ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് 10 ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു ഞാൻ ചില കാര്യങ്ങളിൽ, അതുകൊണ്ട് നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ വൈകിയതാണ്. അതുപോലെ തന്നെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ കാലമായില്ല ഇപ്പോൾ അടുത്തായിട്ടൊന്നും ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി വന്നാലോ. അപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്നല്ലേ, നമ്മൾ പോകുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഇവിടെ പാണ്ടിക്കാട് സെൻറ്ററിൽ കേട്ടോ, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാണ്ടിക്കാട് മഹോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതായത് പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ കീഴിൽ ഇത് മൂന്നാമത്തെ വർഷമാണ് കേട്ടോ. മൂന്നാമത്തെ വർഷമാണ് അവർ ഈ മഹോത്സവം എന്നുള്ള രീതിയിൽ, അതായത് അവിടുത്തെ നാട്ടുകാർ, നമ്മളെ പാണ്ടിക്കാടിലെ നാട്ടുകാരെയും അതുപോലെ നമ്മളെ കുട്ടികളെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭയങ്കര ചൂടല്ല, നമ്മളെ ചൂടിൻ്റെ ക്ലൈമറ്റിൽ എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവരിത് മൂന്നാമത്തെ വർഷമാണ് കേട്ടോ ഈ നടത്തുന്നത്. നല്ല പരിപാടിയാണ്. മറ്റേ 2 വർഷവും ഞങ്ങൾ പോയിട്ടുണ്ട്, അത് നല്ല സൂപ്പറായിരുന്നു. അതിലേറെ സൂപ്പറാണ് ഇപ്രാവശ്യം എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കണം. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കണ്ടുവരാം അല്ലേ. അപ്പോൾ എൻട്രി ടിക്കറ്റ് ആയിട്ട് അവർ 40 രൂപയാണ് ഈടാക്കുന്നത്. അതായത് ഒരാൾക്ക് 40, ചെറിയ കുട്ടികൾക്ക് വേണ്ട, ഈ മാൾട്ടീൻ്റെ പ്രായമുള്ള 10 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ 3 ടിക്കറ്റ് എടുത്തു. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഇതേപോലെ കുറച്ച് അനിമൽസ്, അതുപോലെ കുറച്ച് ബേഡ്സ്, നല്ല രസമാണ് കേട്ടോ കാണാൻ. അതായത് വലിയ വലിയ അനിമൽസ് ഒന്നുമില്ല, ഉള്ളത് ചെറുത്, പക്ഷേ ഇതിങ്ങനെ അതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതായത് ചെറിയൊരു സംഭവമല്ല, കുറച്ച് വൈഡാക്കിയിട്ട് നല്ല വലുപ്പത്തിൽ ഇവരെ കൂട്ടിലിട്ടിട്ടല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഈ കൂട്ടിലിട്ട് കാണുന്നതിനോട് ഒരു വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് അറിയാം, മൊത്തമായിട്ട് കുറച്ച് വലുതാക്കിയിട്ട് കിളികളൊക്കെ ഇങ്ങനെ നമ്മളെ തലേൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ പാറി പറന്ന് കളിക്കില്ലേ, അങ്ങനെ നല്ല രസം. നമ്മൾ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതാണ്ടോ, കുഞ്ഞുട്ടൻ നടന്ന് പോകുമ്പോൾ അവിടെ ആ കോഴികളും അതുപോലെ ഗിനിക്കോഴികളുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ആ പക്ഷികളൊക്കെ നമ്മളെ തലേൻ്റെ മുകളിൽ കൂടെ, അത് കോഴികളൊക്കെ നമ്മളെ കാലിൻ്റെ അടിയിൽ കൂടെ, അങ്ങനെ വെറൈറ്റി നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അടുത്ത് കൂടെ നമ്മളിങ്ങനെ അതിനെ തൊട്ടുകൊണ്ട് കേട്ടോ നടക്കുക. അതാണ് കേട്ടോ ഇവർ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ ഈ കൂട്ടിലിട്ട് ഇതേപോലെ കൂട്ടിലിടേണ്ട ആൾക്കാരെ ഇടുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ആൾക്കാരൊക്കെ കൂട്ടിലിടണം. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ്ടോ, എന്ത് രസമാണ് നോക്കിയൊക്കെ പറ്റും. അങ്ങനെ പറന്ന് നമ്മളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോണ് കാണാൻ. ഫ്രീ ബേഡ്സായിട്ട് പറന്ന് നടക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ സംഭവം. എനിക്കിവിടെ ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു സംഭവമാണ് കേട്ടോ. ഇത് എനിക്ക് അത്രത്തോളം ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മളെ മെയിൻ പാർട്ടിലേക്ക് ഇട്ട്, ഇതാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും കയറി ചെല്ലുമ്പോൾ ഉള്ള ആദ്യത്തെ സംഭവമാണ് കേട്ടത്. അപ്പോൾ കുഞ്ഞുട്ടൻ അതിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറിയിട്ടോ. ഇത് മിഷനറി അല്ല കേട്ടോ, ഇതാണ്ടോ ഈ നിൽക്കണ ഇദ്ദേഹത്തിൻ്റെ ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണ്, അതാണ് കേട്ടോ ആ വണ്ടിയിൽ കാണുക. കുഞ്ഞുട്ടൻ കുറച്ച് നേരമൊക്കെ കറങ്ങിയിട്ട് നല്ല ശക്തിയിൽ കറക്കിയിട്ട് അദ്ദേഹം കുഞ്ഞുട്ടനെ വെറുതെ അല്ല കേട്ടോ ആദ്യം തന്നെ അവിടെ ആക്കിയത്. കുഞ്ഞുട്ടനെ അവിടെ ആക്കിയ സമയം കൊണ്ട് ഞാനും ആൾട്ടി കൂടിയും വേഗം അവിടെ തോണിയിൽ കയറിയിട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു സംഭവമായിരുന്നു, അവിടെ പോയാൽ തോണി എക്സ്പ്ലോർ ചെയ്യാതെ പോരരുത്, കാരണം അത്രമാത്രം എൻജോയ്മെൻ്റാണ് ആ തോണിയിൽ കയറുക എന്നുള്ളത് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. യന്ത്രൂഞ്ഞാലിലെയും തോണിയിലെയും ആൾക്കാരുടെ സൗണ്ട് കേട്ടോ നിങ്ങളെ കേൾക്കുന്നത്, അത്രയും പേടി വരും കേട്ടോ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ. ആ യന്ത്രൂഞ്ഞാലും തോണി കൂടിയും പരസ്പരം തട്ടുമോ എന്നൊരു തോന്നൽ നമുക്ക് വരും അല്ലേ. പക്ഷേ തട്ടില്ല കേട്ടോ, അത് കുറച്ച് ഡിസ്റ്റൻസിലാണ്. പക്ഷേ നമുക്കിങ്ങനെ വിട്ടെന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. എല്ലാ ആൾക്കാരും ആ ഒരു സംസാരം തന്നെ സംസാരിച്ചായിരുന്നു കേട്ടോ അവിടെ. അയ്യോ അത് രണ്ടും കൂട്ടിമുട്ടോ എന്നുള്ളത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ഒരു മിസ്റ്റേക്കാണ്, പക്ഷേ അത് അത്ര അടുത്തായിരുന്നില്ല കേട്ടോ ശരിക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഫുള്ള് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതാണ് കേട്ടോ. കുട്ടികൾക്കല്ല വലിയവർക്ക് എൻജോയ് ചെയ്യാനുള്ളതും ഉണ്ട്, പക്ഷേ അതിൽ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. മാക്സിമം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. എന്ത് രസം എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് തന്നെ കണ്ടോളൂ കേട്ടോ, കുട്ടികളാണ് ഇവിടുത്തെ ഫുള്ള് എൻ്റർടൈനർമാർ, കുട്ടികളാണ് കേട്ടോ. ഇനി ഇവിടെയുള്ള അടുത്തതാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് ഇങ്ങനെ കറങ്ങണ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഇതിലെല്ലാവർക്കും കയറാം കേട്ടോ. ഇതിൽ പ്രായമൊന്നുമില്ല, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കയറാം. അപ്പോൾ ഞങ്ങൾക്ക് ഈ വലിയ ആൾക്കാർക്ക് കയറാനുള്ളത് ഇവിടെ തോണി, അതുപോലെ തന്നെ യന്ത്രഊഞ്ഞാൽ, പിന്നെ ഒന്ന് ഇതാണ് കേട്ടോ. പിന്നെ ഒന്ന് മരണക്കിണറാണ്, അത് പിന്നെ നമ്മൾ കാണുകയാണല്ലോ. ഈ 4 മുതിർന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ളത് കേട്ടോ. മിഷനറികളിൽ കേട്ടോ. മറ്റ് സാധനങ്ങൾ കുറച്ചുണ്ട് ഇവിടെ വേറെ. ഈ ഒരു 4 സാധനത്തിൽ ഇതിൽ എനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമായിട്ടാണ്, കാരണം ഞാൻ പണ്ടെങ്ങോ കയറിയതാണ്. അപ്പോൾ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ 4 പേര് കേട്ടോ, ഞങ്ങൾ 4 പേരല്ല 3 പേര്, ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളാക്കിയിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ 3 പേരും അതിൽ കയറി കേട്ടോ.
അപ്പോൾ മാൾട്ടീൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തൊട്ടപ്പുറത്തായിട്ട് ഇരുന്നത് അതാ കാണുന്നുണ്ടോ, അത് സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രതിമേൻ്റെ സൈഡിൽ കൂടെ മാൾട്ടീനെ കാണുന്നുണ്ട്. അവളെ 2 ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നു. ഞാൻ കുഞ്ഞുട്ടിനോട് ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു ഇതിലിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെറുത്തായൊരു സംഭവമാണ് കേട്ടത്. അതായത് ഇത്രയും പൈസയ്ക്ക് 80 രൂപയ്ക്ക് തോന്നുന്നു ഒരാൾക്ക് കിട്ടും. അപ്പോൾ എനിക്ക് മാൾട്ടിക്ക് മാത്രമേ എടുത്തുള്ളൂ. ആ ഒരു 80 രൂപയ്ക്ക് നമുക്ക് എത്ര നേരം തന്നെ നമ്മളെ തല കറങ്ങി നമ്മൾ നിർത്താൻ പറഞ്ഞിട്ടടക്കം അവർ നിർത്താതെ അത്രയും ടൈമിൽ നമുക്ക് നമ്മൾ കൊടുക്കണ പൈസയ്ക്ക് ഒരു മൂല്യമായൊരു സംഭവമാണ് ഇതാണ് കേട്ടോ എനിക്ക് തോന്നിയത്. തോണിയിൽ കയറിയപ്പോൾ അത്ര തോന്നിയില്ല, കാരണം തോണിക്ക് 100 രൂപയാണെങ്കിലും പക്ഷേ അതിൽ കയറിയപ്പോൾ 100 രൂപയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയോ പെട്ടെന്ന് ഇറക്കിയിട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ഇല്ലാതെ അതിന് മുമ്പ് തന്നെ ഇറക്കി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ കയറിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം തോന്നിയത് ഈ ഒരു സംഭവത്തിലായിരുന്നു കേട്ടോ. കാരണം ഒരാൾക്ക് 50 രൂപ വെച്ച് 100 രൂപ കൊടുത്തു. പക്ഷേ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഉസിരി താഴത്തേക്ക് പോരുന്നില്ലേ, ആ പോരുന്നത് ഒരു സുഖം ഉണ്ടായിരുന്നില്ല, പോരുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികളത് പോരുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ്, ഇപ്പം മാൾട്ടി ആണെങ്കിൽ ജീൻസാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ. പിന്നെ നോക്കുമ്പോൾ അങ്ങനെയല്ല, എല്ലാ കുട്ടികളതും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉസിരിനി താഴത്തേക്ക് പോരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളിതിന് മുന്നേ ഞങ്ങൾ മലമ്പുഴ പോയപ്പോൾ അവിടെയൊക്കെ ഉള്ളതിൽ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല സുഖത്തിൽ താഴത്തേക്ക് എത്തും. പക്ഷേ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടോ. കൊടുത്ത ഒരു 100 രൂപയ്ക്കൊരു സുഖം തോന്നിയില്ല എനിക്ക്. അല്ലെങ്കിൽ ഉസിരനില്ല എന്നുള്ളൊരു ഡിപ്രഷനിൽ അടിച്ചിരിക്കുന്ന ടൈമിലാണ് ഇയാൾ വന്നിട്ട് 10 മിനിറ്റ് കൂടി ആയിട്ടില്ല കേട്ടോ. ഒരു 9 മിനിറ്റ് ആവണേൻ്റെ മുന്നേ ഇയാൾ ടൈം ഔട്ടായി പറഞ്ഞിട്ട് ഇറങ്ങാനും പറഞ്ഞിട്ടോ. അതും കൂടി ആയപ്പോൾ എനിക്ക് ആകെ അങ്ങോട്ട് ഫീൽ അടിച്ചു സത്യമായിട്ടോ. കാരണം 50 രൂപയും കൊടുത്തിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിൽ കൂടുതൽ കിട്ടാതെ പിന്നെ എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളൊരു തോന്നി. ഇവിടെ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റാത്തൊരു സംഭവം ഇതായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഈ ബോൾ വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് നമുക്ക് അതിൽ ഏതോ സാധനം വേണ്ടതെന്നുള്ളതില്ലേ, അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഈ വട്ടം വെച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ടിട്ട് നമ്മൾ ഏതാണ് അതിൽ പോയി വീഴുക, ആ സാധനങ്ങളൊക്കെ കിട്ടണം, അങ്ങനത്തെ കളികളൊക്കെ അതും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന അങ്ങനത്തെ കളികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഇനി കുറച്ച് ഫുഡിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കുറേ കുലുക്കി സർവത്ത് ഉണ്ട്, പിന്നെ ബജ്ജി ഉണ്ട്, ഊട്ടി മുളകിൻ്റെ ബജ്ജി ഉണ്ട്, പാനിപൂരി ഉണ്ട്, പല സാധനങ്ങളുണ്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പാടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ മനോഹരമായ ഈ ഒരു പാണ്ടിക്കാട് മഹോത്സവത്തിന്റെ എന്റർടൈൻമെന്റ് സെക്ഷന്റെ ഈ ഒരു വേദി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചായ്വാലയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ഓഫറുകൾ ചായ്വാല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ചായ്വാലയുടെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ കിട്ടുന്ന ടിക്കറ്റിന്റെ കൗണ്ടർ ഫോണിലായിട്ട് ചായ്വാലയിലേക്ക് പോയാൽ 20% അവിടെ പിന്നീട് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ചായ്വാലക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡിങ് സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടുത്തെ പ്രോഗ്രാം തുടങ്ങി കേട്ടോ. നല്ല പാട്ടിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആങ്കർ ചെയ്യുന്നത് നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ ടെമ്പററി ടോക്സിലെ ആളാണ് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് നല്ല പരിചയമുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് എൻട്രിക്ക് കൊടുക്കുന്ന ടിക്കറ്റ് ഇല്ലേ, ആ ടിക്കറ്റിൻ്റെ പുറകിൽ തന്നെ നമ്മളെ പേരും ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അവിടെ ബോക്സിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ സ്പോട്ടിൽ നറുക്കെടുപ്പ് ഉണ്ടാവും കേട്ടോ. ആ നറുക്കെടുപ്പിൽ തന്നെ നമുക്ക് ആർക്കാണോ കിട്ടുന്നത് ഫസ്റ്റ് സെക്കൻഡൊക്കെ അവർക്ക് നല്ല ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ ഇട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കുട്ടിയെ വെച്ച് പോയപ്പോൾ ഞാൻ ആ സംഭവം മറന്നുപോയി കേട്ടോ. 2 പ്രാവശ്യം പോയി ഞങ്ങൾ. പക്ഷേ ആ 2 പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഇടാൻ മറന്നേ. പക്ഷേ അത് ഇട്ടിട്ട് കിട്ടുന്നവർക്കാണെങ്കിൽ ഒരു ലക്കാണ് കേട്ടോ. അവിടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ മാൾട്ടി ഒന്ന് കയറി കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡിങ്ങിലേക്ക് തന്നെ കടന്നു കേട്ടോ. ഈ ഒരു സംഭവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ കേട്ടോ, അതായത് എന്താ പറയുക, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ വന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഇവിടുന്ന് അങ്ങോട്ട് മാറി പോകാൻ തന്നെ തോന്നിയിരുന്നില്ല കേട്ടോ. അത് ഇപ്പോഴത്തെ 2K കിഡ്സിന് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാവാണ്ടാവില്ല. പക്ഷേ ഒരു 90s കിഡ്സോ അല്ലെങ്കിൽ 18ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് ഓടും കേട്ടോ. അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ച LKG UKG 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ പഠിച്ച ആ ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മളൊക്കെ സ്കൂളിൽ പോയതിന് ചിലപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും
ഉണ്ടാവും കേട്ടോ. കാരണം അത്രമാത്രം നമുക്കൊക്കെ അത്രയും പ്രിയപ്പെട്ട മിഠായികൾ പറയില്ലേ, അത് നൊസ്റ്റാൾജിക് മിഠായി തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തന്നെ കേട്ടോ. അതായത് ഒരു എന്താ പറയുക, നമ്മൾ അന്ന് ആ ചെറുപ്പത്തിൽ കിട്ടിയ മിഠായിയാണ്. അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് എവിടെയും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടോ ബീഡി മിഠായിയൊക്കെ ഉണ്ട് നിങ്ങൾ, അതായത് ബീഡി ശരിക്കും സിഗരറ്റ് വലിക്കുന്ന പോലെ പണ്ട് ഞങ്ങൾ കുട്ടികളൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വലിച്ച് പറ്റിക്കുന്ന സംഭവമായിരുന്നു അതൊക്കെ. അതുപോലെ ജോക്കർ മിഠായി, അതുപോലെ കല്ലുമ്മ മിഠായി, എന്ത് ഇത്ര തരം മിഠായിയാണെന്നറിയോ. കുറേ വാങ്ങിയിട്ടോ, ഞാൻ അന്ന് പൈസ നോക്കിയില്ല, ഞാൻ മാക്സിമം അന്ന് വാങ്ങിയെടുത്തു കേട്ടോ. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട കുതിരക്കുട്ടല്ല, അതിൻ്റെ മുകളിൽ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കൂടെ അണയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.